മകൻ സീതാറാം എഞ്ചിനീയർ ആകണമെന്ന് അച്ഛൻ സർവേശ്വര സോമയാജുലു യെച്ചൂരിയും ഡോക്ടറാകണമെന്ന് അമ്മ കൽപ്പകവും ആഗ്രഹിച്ചു. പേരക്കുട്ടി അവന്റെ അമ്മാവനെ പോലെ IAS എടുക്കണമെന്നായിരുന്നു ആന്ധ്ര ഹൈക്കോടതി ജഡ്ജിയായിരുന്ന മുത്തച്ഛൻ കാന്ത ഭീമ ശങ്കറാമിന്റെ ആഗ്രഹം. CBSE ഹയർ സെക്കൻഡറി പരീക്ഷയിൽ രാജ്യത്ത് 1ാം റാങ്ക് നേടിയ കുട്ടിയുടെ രക്ഷിതാക്കൾക്ക് ഇത്തരം മോഹങ്ങളുണ്ടാവുക സ്വാഭാവികം. എന്നാൽ ധനതത്വശാസ്ത്രം പഠിച്ച് അധ്യാപകനാകണമെന്നായിരുന്നു ആ കൗമാരക്കാരന്റെ ആഗ്രഹം. സ്വന്തം ഇഷ്ടത്തിന് രാജ്യതലസ്ഥാനത്തെ പ്രശസ്തമായ കലാലയത്തിൽ ധനതത്വശാസ്ത്രം പഠിക്കാൻ ചേർന്ന അവൻ ബിരുദത്തിനും അഭിമാനകരമായ മികച്ച വിജയം നേടി. പ്രധാനമന്ത്രിയുടെ പേരിൽ ആരംഭിച്ച സർവകലാശാലയിൽ പുതുതായി തുടങ്ങിയ ധനതത്വശാസ്ത്ര മാസ്റ്റേഴ്സ് കോഴ്സിലാകട്ടെ ആദ്യ ബാച്ചിൽ ആ വിദ്യാർത്ഥി നേടിയ മാർക്ക് പിന്നെയും വർഷങ്ങളോളം റെക്കോർഡായിരുന്നു. എന്നാൽ കൗമാരത്തിൽ സ്വപ്നം കണ്ടതുപോലെ ഒരു കലാലയത്തിലെയോ സർവകലാശാലയിലെയോ അധ്യാപകനായി ഒതുങ്ങാനായിരുന്നില്ല അവന്റെ നിയോഗം. പഠിക്കുക, പോരാടുക എന്ന മുദ്രാവാക്യമുയർത്തിയ ആ സമർത്ഥനായ വിദ്യാർത്ഥി ജനകോടികളുടെ രാഷ്ട്രീയ അധ്യാപകനായി മാറി.